ബാക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നോക്കൂ. ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഓഫ് ഫീഡ് ഫോർമുലേഷൻ. ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഓഫ് ഫീഡ് ഫോർമുലേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് ഫീഡിംഗ് എന്ന ചാപ്റ്ററിലെ അടുത്ത ഭാഗമാണ് ഫീഡ് ഫോർമുലേഷൻ എന്നത്. എന്താണ് ഫീഡ് ഫോർമുലേഷൻ? അതായത് നമ്മൾ ഒരു ഫാമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശുക്കൾക്കോ കോഴികൾക്കോ ഒരു ഫീഡ് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഫീഡിന് ക്വാളിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഫീഡ് ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്തൊക്കെയാണ് നിർബന്ധമായിട്ടും ഒരു ക്വാളിറ്റി ഫീഡിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എന്ന് നമുക്ക് അറിയണം. അങ്ങനെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് അനുസരിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന എല്ലാ ഫീഡുകളും, ഉദാഹരണം മിൽമ ഫീഡ് ആയിക്കോട്ടെ, വേറെ എന്ത് കമ്പനി തയ്യാറാക്കുന്ന എല്ലാ ഫീഡുകളും ഫോർമുലേറ്റ് ചെയ്യുന്നത് പെക്യൂലിയർ ആയിട്ടുള്ള ഫോർമുല മെത്തേഡിലൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ഫീഡ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, ഫീഡ് തയ്യാറാക്കേണ്ടതെന്നും ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫീഡ് ഉണ്ടാക്കിയെടുക്കാമെന്നും ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാം. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ എല്ലാവരും കാണുന്നുണ്ട്, വളരെയധികം സന്തോഷം. പക്ഷെ കാണുന്ന ആൾക്കാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഫീഡ് ഫോർമുലേഷൻ എന്താണെന്ന് അറിയുന്ന മുന്നോടിയായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ആണ് റേഷനും ബാലൻസ്ഡ് റേഷനും. എന്താണ് റേഷൻ, എന്താണ് ബാലൻസ്ഡ് റേഷൻ? രണ്ടും കൺസെപ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് സെയിം ആണ്, ചെറിയൊരു വ്യത്യാസം. എന്താണ് റേഷൻ? അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. The 24-hour allocation of a feed or feed mixture which makes up the diet of an animal is called ration. ഒരു ദിവസത്തിൽ നമ്മുടെ പശുവിന് അല്ലെങ്കിൽ നമ്മുടെ കോഴികൾക്ക്, നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഏത് അനിമൽസിനായാലും ഒരു ദിവസം ഭക്ഷണമായിട്ട് കൊടുക്കുന്ന വെള്ളം ഉൾപ്പെടെയുള്ള ഭക്ഷണത്തിനായി നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെയാണ് റേഷൻ എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. 24 മണിക്കൂറും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തെ മൊത്തമായിട്ടും റേഷൻ എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നു. എന്നാൽ നമ്മൾ കൊടുക്കുന്ന റേഷനിൽ എത്രത്തോളം പോഷക മൂല്യം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള റേഷനാണ് നമ്മൾ ബാലൻസ്ഡ് റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ ഭക്ഷണം കൊടുക്കുകയല്ല, പോഷക മൂല്യമുള്ള ഭക്ഷണം ഒരു ദിവസത്തിൽ എത്രത്തോളം 24 മണിക്കൂറിൽ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് റേഷൻ എന്ന് വിളിക്കുന്നത്. The ration which contain all nutrients in proper proportions and amount to meet the nutrient requirement of any animal for a period of 24 hours is termed as balanced ration. ഒരു ദിവസം കൊടുക്കുന്ന മൊത്തം ഭക്ഷണത്തെ റേഷൻ എന്നും പോഷകമൂല്യ ഭക്ഷണം ഒരു ദിവസം എത്രത്തോളം കൊടുക്കുന്നു എന്നതിനെ ബാലൻസ്ഡ് റേഷൻ എന്നും വിളിക്കുന്നു. രണ്ട് ഡെഫിനിഷൻസും നിർബന്ധമായും പഠിക്കുക, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അടുത്തതായിട്ട് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾ. എന്താണ് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾ? ഇതൊരു സയന്റിഫിക് കാൽക്കുലേഷൻ മെത്തേഡാണ്. അതായത് നമ്മളൊരു ഫീഡ് ഉണ്ടാക്കാൻ പോവുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫീഡ് ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ ഫീഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഫീഡ് മിക്സിംഗ് അഥവാ ഫീഡ് കോമ്പൗണ്ടിങ് എന്നത്. നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ഫീഡിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമുക്ക് അറിയണം, അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഓരോ ഫീഡ് ഇൻഗ്രീഡിയൻസും കളക്ട് ചെയ്യുന്നു.
അതിന്റെ ക്വാളിറ്റി വളരെ എസെൻഷ്യൽ ആണ്. എന്തിനാണ് ക്വാളിറ്റി എസെൻഷ്യൽ എന്ന് പറയുന്നത്? നല്ല ക്വാളിറ്റി ഉള്ള ഫീഡ് കൊടുത്താൽ മാത്രമേ ക്വാളിറ്റി ഉള്ള പാൽ അല്ലെങ്കിൽ പാൽ ഉൽപാദനം അത്രത്തോളം നമുക്ക് ലഭിക്കുകയുള്ളൂ. ക്വാളിറ്റി ഇല്ലാത്ത ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാൽ ഉൽപാദനം അതിനനുസരിച്ച് കിട്ടില്ല, അത് ഉറപ്പ് തന്നെയാണ്. അപ്പൊ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫീഡിങ്ങിന്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന പ്രോസസ്സിനെയാണ് എസ്റ്റിമേഷൻ ഓഫ് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് വാൻഡേ സിസ്റ്റം ഓഫ് അനാലിസിസ്. വാൻഡേ സിസ്റ്റം ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന മെത്തേഡ് വഴി നമ്മൾ ഒരു ഫീഡിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നു, അഥവാ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾ ചെയ്യുകയും എത്ര ശതമാനം ഓരോ ഫീഡ് ഇൻഗ്രീഡിയന്റിലും താഴെ പറയുന്ന 6 കാര്യങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അത് ക്വാളിറ്റിയുള്ള ഫീഡ് ഇൻഗ്രീഡിയന്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുകയും അത് ഉപയോഗിച്ചൊരു ഫീഡ് ഉണ്ടാക്കിയെടുക്കുകയും വീണ്ടും അതിനെ പല ടെസ്റ്റുകളിലൂടെ ക്വാളിറ്റി അഷ്വർ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ മാത്രമേ BIS സ്റ്റാൻഡേർഡ് അഥവാ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന ക്വാളിറ്റി പാരാമീറ്റേഴ്സിനോട് ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫീഡ് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വിൽക്കുന്ന ഫീഡിന് മാത്രമേ ആവശ്യക്കാരുണ്ടാവുകയുള്ളൂ. ലാഭകരമായിട്ട് നമ്മൾ ഫീഡ് മിക്സിംഗ് ചെയ്തതുകൊണ്ട് നമ്മൾക്ക് ഗുണം ഉണ്ടാവുകയുള്ളൂ. ഇൻ കേസ് നമ്മുടെ വീട്ടിൽ മാത്രമാണ് നമ്മളത് ഉപയോഗിക്കുന്നതെങ്കിലും കൂടെ നമ്മൾ കൊടുക്കുന്ന ഫീഡ് കഴിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലെ പശു പാൽ തരുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഫീഡ് കൊടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള പാൽ ഉൽപാദനം നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫീഡ് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന 6 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. അതിനെയാണ് നമ്മൾ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ്? വാട്ടർ, ഈത്തർ എക്സ്ട്രാക്ട്, ക്രൂഡ് ഫൈബർ, ക്രൂഡ് പ്രോട്ടീൻ, ടോട്ടൽ ആഷ്, നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട്. ഇതിൽ എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഫീഡ് എടുക്കുന്ന സമയത്ത് വാട്ടർ പെർസെൻറ്റേജ് ഇത്ര ശതമാനം ഉണ്ടായിരിക്കാൻ പാടുകയുള്ളൂ. ഈത്തർ എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ലിപ്പിഡ്സ്, നമ്മൾ എടുക്കുന്ന ഫീഡിൽ എത്ര ശതമാനം ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് ഉണ്ട് എന്ന് തീരുമാനിക്കുന്നതാണ് ഈത്തർ എക്സ്ട്രാക്ട് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. എസ്റ്റിമേഷൻ ഓഫ് ഈത്തർ. ദെൻ ക്രൂഡ് ഫൈബറും നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്റ്റും സാധാരണയായിട്ട് കാർബോഹൈഡ്രേറ്റിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ക്രൂഡ് പ്രോട്ടീന്റെ അളവും ടോട്ടൽ ആഷ്, ടോട്ടൽ ക്വാളിറ്റിയെ തീരുമാനിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും താഴെ പറയുന്ന ഈ 6 ക്വാളിറ്റി പാരാമീറ്റേഴ്സ് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് ഇത്ര ശതമാനം വാട്ടർ, ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എന്ന് നമ്മൾ അനാലിസിസിലൂടെ കണ്ടെത്തുകയും അത് BISുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് സെയിം ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വിൽക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. എന്തായാലും പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിളിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കൂ. The proximate principle are expressed as percentage by weight base and more commonly on dry matter basis. അതായത് 100 ഗ്രാം ഫീഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനം വാട്ടർ, എത്ര ശതമാനം ഫാറ്റ്, എത്ര ശതമാനം പ്രോട്ടീൻ, എത്ര ശതമാനം കാർബോഹൈഡ്രേറ്റ് എന്നിവയുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു. പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിളിലൂടെ നമ്മൾ ഫീഡിന്റെ ക്വാളിറ്റി അനാലിസിസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ മിൽമയിലൊക്കെ ഫീഡ് പ്ലാന്റ് സന്ദർശിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലബോറട്ടറി ഉണ്ടാവും. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ ഫീഡും ഒക്കെ സ്റ്റഫൊക്കെ എടുത്തു വെച്ചിട്ട് ഓരോന്നിൻ്റെയും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണെന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും, എന്തിനാണ് ഫീഡ് മില്ലിൽ ഒരു ലബോറട്ടറി എന്ന്. കാരണം ഇതാണ്, ക്വാളിറ്റി ഉള്ള ഫീഡ് ഉണ്ടാക്കിയെടുക്കാൻ നിർബന്ധമായിട്ടും ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഫോളോ ചെയ്തേ മതിയാകൂ. പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിളിലൂടെ അതിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് ഫീഡ് സാധാരണഗതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് പറയപ്പെടുന്നത് DCP ആൻഡ് TDN എന്ന 2 ടേമിലൂടെയാണ്. PSC പരീക്ഷയ്ക്ക് ചോദിക്കും. ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് ഫീഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഡാഷ് DCP ആൻഡ് TDN. എന്താണ് DCP?
ഡൈജസ്റ്റബിൾ ക്രൂഡ് പ്രോട്ടീൻ. ഡൈജസ്റ്റബിൾ ക്രൂഡ് പ്രോട്ടീൻ. TDN എന്ന് പറയുന്നത് ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ്. TDN എന്ന് പറയുന്നത് ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ്. അപ്പോൾ DCPയും TDNും നിർബന്ധമായും പഠിച്ചിരിക്കുക. അബ്രീവിയേഷൻ ചോദിക്കാറുണ്ട്. DCP എന്നാൽ ഡൈജസ്റ്റബിൾ ക്രൂഡ് പ്രോട്ടീൻ, TDN എന്നാൽ ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ്. ആദ്യമായി നമ്മൾക്ക് ഡൈജസ്റ്റബിൾ ക്രൂഡ് പ്രോട്ടീൻ എന്താണെന്ന് നോക്കാം. ഡൈജസ്റ്റബിൾ ക്രൂഡ് പ്രോട്ടീൻ എന്താണെന്ന് അറിയുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് ക്രൂഡ് പ്രോട്ടീൻ എന്നറിയാം. ക്രൂഡ് പ്രോട്ടീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ് ദ ടോട്ടൽ പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ ഫുഡ്. നമ്മളൊരു ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര ശതമാനം പ്രോട്ടീൻ ഉണ്ട് എന്നതിനെയാണ് ക്രൂഡ് പ്രോട്ടീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ആകമൊത്തമുള്ള പ്രോട്ടീന്റെ പെർസെൻറ്റേജിനെയാണ്, കണക്കിനെയാണ് നമ്മൾ ക്രൂഡ് പ്രോട്ടീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ പ്രോട്ടീന്റെ സോഴ്സുകൾ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ഫുഡിൽ നിന്ന് ലഭിക്കുന്നു. നൈട്രജൻ രൂപത്തിൽ, അമൈഡ് രൂപത്തിൽ, അമിനോ ആസിഡിന്റെ രൂപത്തിൽ, യൂറിയയുടെ രൂപത്തിൽ, നൈട്രേറ്റ്സിന്റെ രൂപത്തിൽ പല പല സോഴ്സുകളാണ് ഉള്ളത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന പയറുവർഗ്ഗങ്ങളും അങ്ങനെയുള്ള മറ്റു ധാന്യങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും നൈട്രജനും അമിനോ ആസിഡും നൈട്രേറ്റ്സും ഒക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ നമ്മൾ കാറ്റിൽ ഫീഡിൽ ഒരു കാര്യം ചെയ്യാറുണ്ട്. ഒരു 7% യൂറിയ കാറ്റിൽ ഫീഡ് നിർമ്മിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കും. 7% യൂറിയ നമ്മൾ കാറ്റിൽ ഫീഡ് നിർമ്മിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കും. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിനൻസിൽ, അയവെട്ടുന്ന മൃഗങ്ങളിലെ റൂമിനൻസിൽ റൂമൻ മൈക്രോഫ്ലോറ ഉണ്ട്. റൂമൻ മൈക്രോഫ്ലോറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കിട്ടുന്ന ലോ ക്വാളിറ്റി നോൺ നൈട്രോജീനസ് കമ്പോണൻസിനെ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ അഥവാ അമിനോ ആസിഡ്സ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ലോ ക്വാളിറ്റി നോൺ നൈട്രോജീനസ് കമ്പൗണ്ട്സ് ആയിട്ടുള്ള യൂറിയ പോലുള്ള വസ്തുക്കളെ നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആക്കി മാറ്റാനുള്ള കഴിവ് നമ്മുടെ റൂമൻ മൈക്രോഫ്ലോറയ്ക്ക് ഉണ്ട്. നമ്മളിത് ഡൈജഷൻ ഇൻ റൂമിനൻസ് എന്ന് പറയുന്ന ഭാഗത്ത് വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നോൺ നൈട്രോജനസ് സോഴ്സ് ആയിട്ടുള്ള യൂറിയയിൽ നിന്നും ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഉണ്ടാക്കാൻ കഴിവുള്ളത് കൊണ്ട് എളുപ്പത്തിൽ പ്രോട്ടീൻ ലഭ്യമാക്കാനായിട്ട് നമ്മൾ കാറ്റിൽ ഫീഡിൽ 7% യൂറിയ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുവഴി നമ്മുടെ പശുക്കൾക്ക് എളുപ്പത്തിൽ പ്രോട്ടീൻ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. പ്രോട്ടീനിന്റെ പ്രത്യേകത, പ്രോട്ടീനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ ആണ്. ഏകദേശം 16% ഒരു ആവറേജ് നൈട്രജൻ ഉണ്ടാവും ഓരോ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ എസ്റ്റിമേഷന്റെ ഭാഗമായിട്ട് എത്ര ശതമാനം ക്രൂഡ് പ്രോട്ടീൻ ആ ഫീഡിൽ അടങ്ങിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോർമുല, ഒരു ടെക്നിക് ചെയ്യുന്നു. അതായത് നമ്മൾ പ്രോട്ടീൻ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നടക്കുന്നത് ആ ഫീഡ് ഇൻഗ്രീഡിയന്റ് എടുത്തിട്ട് അതിൽ എത്രത്തോളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ഫീഡിൽ എത്ര ശതമാനം ക്രൂഡ് പ്രോട്ടീൻ ഉണ്ട് എന്ന് കണ്ടെത്താനുള്ള എളുപ്പമാർഗം അല്ലെങ്കിൽ മാർഗം എന്ന് പറയുന്നത് അതിലുള്ള നൈട്രജന്റെ എസ്റ്റിമേഷൻ ആണ്. അപ്പോൾ നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുകയും എത്ര നൈട്രജൻ ഉണ്ടോ അതിനെ ഒരു ഫാക്ടർ ഉണ്ട് 6.25 എന്ന ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓർത്തു വയ്ക്കുക, 6.25 എന്ന ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മളൊരു ഫുഡ് ഇൻഗ്രീഡിയന്റ് എടുക്കുന്നു, ഫീഡ് ഇൻഗ്രീഡിയന്റ് എടുക്കുന്നു, അതിൽ എത്ര നൈട്രജൻ ഉണ്ട് എന്ന് ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആ കിട്ടിയ എമൗണ്ടിനെ 6.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര ക്രൂഡ് പ്രോട്ടീൻ ഉണ്ട് എന്ന് നമുക്ക് ഒരു അളവ് ലഭിക്കുന്നു. അപ്പോൾ നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള ഫീഡിൽ കൂടുതൽ ക്രൂഡ് പ്രോട്ടീൻ ഉണ്ടാവും എന്ന തത്വം മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മളൊരു ക്രൂഡ് പ്രോട്ടീൻ അനാലിസിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫീഡ് സ്റ്റഫിൽ എത്ര നൈട്രജൻ ഉണ്ട് എന്ന് ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആ കിട്ടിയ വാല്യൂവിനെ
6.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഫീഡിൽ എത്ര ക്രൂഡ് പ്രോട്ടീൻ ഉണ്ട് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നു. ഇനി ഈ ക്രൂഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ആകെ മൊത്തമുള്ള പ്രോട്ടീൻ്റെ പ്രസൻസ് ആണ്. ഇനി ആ ക്രൂഡ് പ്രോട്ടീനുള്ള ഭക്ഷണം ഒരു പശു കഴിച്ചു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം പ്രോട്ടീൻ ആ പശുവിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്, നേരിട്ട് കിട്ടുന്നുണ്ടോ, അതിനെയാണ് ഡൈജസ്റ്റബിൾ ക്രൂഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പോർഷൻ ഓഫ് ദ പ്രോട്ടീൻ ഡൈജസ്റ്റഡ് ബൈ ദ ആനിമൽ ഈസ് കോൾഡ് ഡൈജസ്റ്റബിൾ ക്രൂഡ് പ്രോട്ടീൻ. ക്രൂഡ് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഹൈ ക്രൂഡ് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു ഫീഡ് നമ്മൾ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പശുവിന് എത്രത്തോളം അതിലുള്ള പ്രോട്ടീന് ഡൈജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ, ഒരിക്കലും പൂർണ്ണമായിട്ട് 100% പ്രോട്ടീൻ കിട്ടില്ല. സാധാരണഗതിയിൽ 75% ആണ് മാക്സിമം ഡൈജസ്റ്റബിൾ ആയിട്ട് ആ പശുവിന് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നും മാക്സിമം ഡൈജസ്റ്റബിലിറ്റി അല്ലെങ്കിൽ 75% മാത്രമേ അവയ്ക്ക് പ്രോട്ടീൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള പലതരം ഫുഡുകൾ മിക്സ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ മിക്സിംഗ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോ ഫീഡ് ഇൻഗ്രീഡിയൻ്റ് എടുക്കുന്ന സമയത്ത് ഓരോ ഫീഡ് ഇൻഗ്രീഡിയൻറ്റിലുമുള്ള പ്രോട്ടീൻ്റെ അളവ് അഥവാ നൈട്രജൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ആകെ മൊത്തം നമ്മൾ കൊടുക്കുന്ന ഫീഡിൽ നിന്നും കോമ്പൗണ്ട് ഫീഡിൽ നിന്നും 75% ക്രൂഡ് പ്രോട്ടീൻ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഫീഡ് മിക്സിംഗ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്താണ് ഡൈജസ്റ്റബിൾ ക്രൂഡ് പ്രോട്ടീൻ? ആകെ മൊത്തം ഒരു ഫീഡിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവിനെയാണ് ഡൈജസ്റ്റബിൾ ക്രൂഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതിൽ പശുവിനെ ദഹിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ക്രൂഡ് പ്രോട്ടീനെയാണ് ഡൈജസ്റ്റബിൾ ക്രൂഡ് പ്രോട്ടീൻ അഥവാ DCP എന്ന് പറയുന്നത്. 75% ആണ് ഡൈജസ്റ്റബിൾ ക്രൂഡ് പ്രോട്ടീൻ സാധാരണഗതിയിൽ ഒരു ഫീഡിൽ നിന്നും ലഭിക്കുന്നത്. ക്രൂഡ് പ്രോട്ടീൻ അഥവാ ക്രൂഡ് പ്രോട്ടീൻ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ആദ്യം നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അതിനെ 6.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, ക്രൂഡ് പ്രോട്ടീൻ വാല്യൂ. ഇത്ര ശതമാനം ക്രൂഡ് പ്രോട്ടീൻ ഉണ്ട് എന്നങ്ങനെ നമുക്കൊരു ഫീഡിൽ ഉറപ്പിക്കാൻ കഴിയും. അടുത്തതായി ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ്. എന്താണ് ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ് എന്ന് നമുക്ക് നോക്കാം. TDN എന്ന് വിളിക്കുന്ന ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ്. ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകെ മൊത്തം ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ലഭിക്കുന്ന ഊർജത്തെയാണ്. അതായത് ആകെ മൊത്തം ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ കംപ്ലീറ്റ് ഫുഡിൽ നിന്നും ആ പശുവിന് ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഊർജത്തെയാണ്, എനർജി വാല്യൂ ഓഫ് ഫീഡ് ആണ് ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ് അഥവാ TDN കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷകങ്ങളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയിൽ നിന്നും ആകെ മൊത്തം ലഭിക്കുന്ന എനർജിയെയാണ് നമ്മൾ ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് എ സം ഓഫ് all the major nutrients present in the feed. എല്ലാ മേജർ ന്യൂട്രിയൻസിൽ നിന്നും ലഭിക്കുന്ന മൊത്തമുള്ള ഊർജത്തെയാണ്, എനർജിയെയാണ് നമ്മൾ TDN എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് പ്ലസ് പ്രോട്ടീൻ പ്ലസ് ഫാറ്റ്, അതാണ് TDN. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻസ് കാർബോഹൈഡ്രേറ്റ് പ്ലസ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് പ്ലസ് ഫാറ്റ്, ഫാറ്റ് ഓൺലി, പ്രോട്ടീൻ ഓൺലി, കാർബോഹൈഡ്രേറ്റ് ഓൺലി എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. മൂന്നും കൂടെ ചേർന്നതാണ് ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് 4 കിലോ കാലറിയാണ് നമ്മുടെ പശുവിന് കിട്ടുന്നത്. അതായത് 1 യൂണിറ്റ്. അപ്പോൾ അതേപോലെ തന്നെയാണ് പ്രോട്ടീൻ. 1 ഗ്രാം പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന സമയത്തും 4 കിലോ കാലറി തന്നെയാണ് ലഭിക്കുന്നത്. സെയിം 1 യൂണിറ്റ് തന്നെ ലഭിക്കുന്നു. എന്നാൽ ഫാറ്റിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് അവിടെ 2.25 ടൈംസ് എനർജി കിട്ടുന്നു. അതിന്റെ 2.25 മടങ്ങ്. സാധാരണ 1 ഗ്രാം ഡൈജസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2.25 മടങ്ങ് എന്ന് പറയുമ്പോൾ 2.25 ടൈംസ് കൂടുതൽ വരുന്ന സമയത്ത് കൂടുതൽ എനർജി ലഭിക്കുന്നു. അതിന്റെ വാല്യൂ ആണ് 4 + 4 + 20 എന്നത്. അങ്ങനെ ആകെ മൊത്തം
1 ഗ്രാം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ഡൈജസ്റ്റ് ചെയ്യുന്ന സമയത്ത് 28 യൂണിറ്റ് ഓഫ് എനർജിയാണ് ലഭിക്കുന്നത് അനിമൽസിന്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്കൂടെ ചോദിച്ച ചോദ്യമായിരുന്നു ഫാറ്റിൽ നിന്നും കിട്ടുന്ന ഊർജത്തിന്റെ അളവ് 2.25 ടൈംസ്. അടുത്തതായിട്ട് മെറ്റബോളൈസബിൾ എനർജി. മെറ്റബോളൈസബിൾ എനർജി എന്ന് പറയുന്നത് എനർജി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. എന്നാൽ സാധാരണഗതിയിൽ മെറ്റബോളൈസബിൾ എനർജി ഫീഡിന്റെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് പൗൾട്രി റേഷന്റെ കാര്യത്തിലാണ്. പൗൾട്രി ഫീഡിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ്. പൗൾട്രി ഫീഡിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് സാധാരണഗതിയിൽ മെറ്റബോളൈസബിൾ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് വരുന്നത്. ഇവിടെ നമ്മൾ 1 കിലോ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിലോ കാലറി ഊർജം ലഭിക്കുന്നു എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മെറ്റബോളൈസബിൾ എനർജി ഇസ് ദ എനർജി റിക്വയർമെന്റ് ഓഫ് പൗൾട്രി ആർ എക്സ്പ്രസ്ഡ് ആസ് ME. യൂണിറ്റ് used is kilocalories per kilogram. Kilocalories per kilogram. Metabolizable energy is the net energy available for growth, reproduction and for supporting metabolic processes such as work, locomotion, respiration, thermoregulation, maintenance and production. പ്രധാനമായിട്ടും ഈ ടേം ഉപയോഗിക്കുന്നത് പൗൾട്രി റേഷന്റെ കാര്യത്തിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ME എന്നാണ് പറയുക. കിലോ കാലറി പെർ kg എന്നാണ് അതിന്റെ യൂണിറ്റ്. അടുത്ത ടോപ്പിക്കാണ് BIS സ്പെസിഫിക്കേഷൻ ഓഫ് ഫീഡ് അഥവാ BIS സ്റ്റാൻഡേർഡ്സ്. ഒരു കോമ്പൗണ്ട് ഫീഡ് ഉണ്ടാക്കുന്ന സമയത്ത്, കാറ്റിലിനായിട്ട് ഒരു കോമ്പൗണ്ട് ഫീഡ് ഉണ്ടാക്കുന്ന സമയത്ത് IS 2052/2009 എന്ന ലേബലിൽ ഇറക്കുന്ന ഫീഡിന് താഴെ പറയുന്ന ക്രൈറ്റീരിയ നിർബന്ധമായും ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ മാർക്കറ്റിൽ നമ്മൾക്ക് വിൽക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു കണക്കനുസരിച്ച് BIS സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ടൈപ്പ് 1 ഫീഡും ടൈപ്പ് 2 ഫീഡും ഉണ്ട്. ടൈപ്പ് 1 ഫീഡിന്റെ പ്രത്യേകത ക്രൂഡ് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. അഥവാ ഗ്രോത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഫീഡിംഗ് പാറ്റേൺ ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ, പ്രധാനമായിട്ടും കാഫിന്റെ ഫീഡിംഗ് പാറ്റേൺ ആണ് അഥവാ ഹീഫേഴ്സിന്റെ ഫീഡിംഗ് പാറ്റേൺ ആണെങ്കിൽ നമുക്ക് ടൈപ്പ് 1 ഫീഡും ടൈപ്പ് 2 ഫീഡ് ജനറൽ ഡയറി ടൈപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ടൈപ്പ് 1 ഫീഡ് ആണെങ്കിൽ മോയിസ്ചർ 11%, ക്രൂഡ് പ്രോട്ടീൻ മിനിമം 22%, crude fat minimum 4%, crude fiber maximum 10%, acid insoluble ash maximum 3%. എന്നാൽ ടൈപ്പ് 2 ആണെങ്കിൽ മോയ്സ്ചർ മാക്സിമം 11%. മോയ്സ്ചർ കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? പെട്ടെന്ന് ഫീഡിൽ പൂപ്പൽ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം 11. എപ്പോഴും 10ൽ താഴെ ആവുന്നതാണ് ഏറ്റവും നല്ലത്. ക്രൂഡ് പ്രോട്ടീൻ 20%, ക്രൂഡ് ഫാറ്റ് 2.5%, crude fiber 12% and acid insoluble ash 4%. ടൈപ്പ് 2 ഫീഡ്. അപ്പോൾ ഈ ഒരു BIS സ്പെസിഫിക്കേഷൻ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മോയ്സ്ചർ പെർസെൻറ്റേജ് ആണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. ടൈപ്പ് 1ലും ടൈപ്പ് 2ലായാലും 11 തന്നെയാണ്. അതായത് 11ൽ താഴെ ആവണം, അഥവാ 10ൽ താഴെ ആവണമാണ് ഏറ്റവും നല്ലത്. ഫീഡ് മിക്സിംഗ്. എന്താണ് ഫീഡ് മിക്സിംഗ്? അപ്പൊ നമ്മൾ പ്രോക്സിമൽ പ്രിൻസിപ്പിളിന്റെ ഭാഗമായിട്ട് ഫീഡിലെ ക്വാളിറ്റി എസ്റ്റിമേഷൻ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഓരോന്നിലും ഉണ്ടായിരിക്കേണ്ട ക്രൂഡ് ഫൈബർ, ഈതർ എക്സ്ട്രാക്ട്, പ്രോട്ടീൻ, ദെൻ നൈട്രജൻ ഫ്രീ എക്സ്ട്രാക്ട് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഓരോന്നിലും അടങ്ങിയിരിക്കേണ്ട മോയ്സ്ചറിന്റെ അളവ്, ക്രൂഡ് പ്രോട്ടീന്റെ അളവ്, ഫൈബറിന്റെ അളവ്, കാർബോഹൈഡ്രേറ്റിന്റെ അളവ്, ആഷിന്റെ അളവ് ഒക്കെ നമ്മൾ അറിഞ്ഞു. അപ്പൊ ഇതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫീഡ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുകയും ഈ ഫീഡ് ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി പാരാമീറ്റർ അനുസരിച്ചിട്ടുള്ള കൃത്യമായ കമ്പ്യൂട്ടേഷന്റെ ബേസ് ചെയ്തിട്ട് കൃത്യമായ ഓരോ അളവിൽ, ഓരോ ഫീഡ് ഇൻഗ്രീഡിയന്റും ഓരോ അളവുകളുണ്ട്, ആ അളവിൽ കൃത്യമായിട്ട് ഫീഡ് മിക്സ് ചെയ്ത്, കുറേ ഫീഡ് ഇൻഗ്രീഡിയൻസ് കൂടി ചേർന്ന് മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫീഡ് മിക്സിംഗ് എന്ന് പറയുന്നത്. ഇതിന് കൃത്യമായ കണക്കുണ്ട്. ക്വാളിറ്റി പാരാമീറ്റേഴ്സ് നിർബന്ധമായും നമ്മൾ ഫോളോ ചെയ്യുകയും വേണം. അത്തരത്തിൽ മിക്സ് ചെയ്തെടുക്കുന്ന ഫീഡിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഫീഡ് അഥവാ കോൺസെൻട്രേറ്റ് ഫീഡ് എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. അത് പല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പൊടിത്തീറ്റയായിട്ടും മാഷ് ഫീഡായിട്ടും
ക്രംബിൾ ഫീഡായിട്ടും സെമി മാഷ് ഫീഡായിട്ടും കൂടാതെ പെല്ലറ്റ് ഫീഡായിട്ടും തിരുത്തീറ്റയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ കൺവീനിയൻസ് ഏതാണോ അതിനനുസരിച്ച് നമുക്ക് പല രീതിയിൽ ഫീഡ് പ്രോസസ്സ് ചെയ്ത് നമുക്ക് എടുക്കാം. പണ്ടുകാലം മുതൽക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വന്നിരുന്നത് മാഷ് ഫീഡും ക്രംബിൾ ഫീഡുമാണ്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബെനിഫിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പെല്ലറ്റ് ഫീഡിംഗ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതലായിട്ടും പെല്ലറ്റ് ഫീഡ്സ് ആണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതും. ഇപ്പൊ നിങ്ങൾ കാണുന്നത് പെല്ലറ്റ് മെഷീനാണ്, പെല്ലറ്റിംഗ് മെഷീനാണ്. ചെറുതും വലുതുമായിട്ടുള്ള പലതരം മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള മെഷീൻ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ തിരുത്തീറ്റ ഉണ്ടാക്കിയെടുക്കാം. അനിമൽസിന്റെ ഏജും വെറൈറ്റിയും അനുസരിച്ച് തിരുത്തീറ്റയുടെ വണ്ണവും നീളവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ മെഷീനിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇത്തരത്തിലാണ് തിരുത്തീറ്റ ഉണ്ടാക്കിയെടുക്കുന്നത്, അഥവാ പെല്ലറ്റിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്, പെല്ലറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. പെല്ലറ്റിങ്ങിന്റെ 2 കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. റെഡ്യൂസ് ഫ്രൈറ്റ് കോസ്റ്റ്, അഥവാ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ചാക്കിൽ നിറയ്ക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് പെല്ലറ്റ് ആണെങ്കിൽ. സ്റ്റോറേജ് സ്പേസും വളരെ കുറച്ച് മതി, കോമ്പാക്റ്റ് ആയിരുന്നോളും. വേസ്റ്റേജ്, ഫീഡിംഗ് സമയത്ത് വേസ്റ്റേജ് നമുക്കൊരു പരിധിവരെ നമുക്ക് കുറയ്ക്കാം. അഥവാ ചാക്കി കീറി താഴത്തേക്ക് പോയാലും നമുക്ക് വാരിയെടുക്കാനും ഒക്കെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഫീഡ് വേസ്റ്റേജ് നമുക്കൊരു പരിധിവരെ കുറയ്ക്കാം. ഫീഡ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ എല്ലാ പോഷകങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരു തുള്ളി പോലും വേസ്റ്റ് ആവാതെ സുഖമായിട്ട് കഴിക്കാൻ നമ്മുടെ പശുക്കൾക്ക് പറ്റുന്നു. സ്വാഭാവികമായിട്ടും ഫീഡിൽ നിന്നും കിട്ടേണ്ട എല്ലാ പോഷണങ്ങളും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അടുത്തതായിട്ട് വരുന്നത് പ്രിവെൻസ് സെലക്റ്റീവ് ഫീഡിംഗ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് കോഴികളുടെ കാര്യമാണ്. കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന സമയത്ത് പൊടിത്തീറ്റയാണെന്നുണ്ടെങ്കിൽ അവർ വലിയ വലിയ പീസുകൾ മാത്രം കഴിക്കും, ചെറിയ പൊടികളൊക്കെ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പം ഇതുവഴി കൃത്യമായിട്ടുള്ള പോഷണം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. സെലക്റ്റീവ് ഫീഡിംഗ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കൂടാതെ ഡസ്റ്റിന്റെ പ്രശ്നം നമുക്ക് വളരെയധികം കുറച്ചു കൊണ്ടുവരാനും, കൂടാതെ നമുക്ക് മെക്കാനിക്കൽ മെത്തേഡ് ഓഫ് ഫീഡിംഗ് നമുക്ക് എളുപ്പത്തിൽ പെല്ലറ്റ് ഫീഡിംഗ് വന്നതോടുകൂടി പോസിബിൾ ആവുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഫീഡിംഗ് മെഷീനിൽ നിറയ്ക്കാനും കൊണ്ടുപോകാനും ഫീഡ് ചെയ്യാനും ഒക്കെ എളുപ്പം പെല്ലറ്റിംഗ് തന്നെയാണ്. വേസ്റ്റേജ് വളരെ അധികം കുറയ്ക്കാൻ പറ്റും. അടുത്തതായിട്ട് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പെല്ലറ്റിംഗ്. ഗുണമുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഉയർന്ന മുതൽ മുടക്ക് തന്നെയാണ്. കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള മെഷീൻസ് വാങ്ങാനുള്ള ചെലവ്, അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ചെലവ്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ചെലവൊക്കെ ഉണ്ട്. കൂടാതെ കൂടുതലായിട്ടും ഗ്രൈൻഡ് ചെയ്യേണ്ടതും പെല്ലറ്റിംഗ് പ്രോസസ്സിനൊക്കെ കൂടുതൽ സമയവും ആവശ്യമായിട്ട് വരും. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. എന്നാൽ ഗുണം വെച്ച് നോക്കുന്ന സമയത്ത് വലിയൊരു പ്രശ്നമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം റീസെന്റ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് ഈ പെല്ലറ്റ് ഫീഡിംഗ് നേരിട്ട് കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും കൃത്യമായിട്ടുള്ള ചവയ്ക്കൽ പ്രോസസ്സ് അഥവാ റൂമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പലപ്പോഴും പശുക്കൾക്ക് നടക്കാതെ വരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ നടക്കാതെ വരികയും പലപ്പോഴും ഇംപ്രോപ്പർ റൂമിനേഷന്റെ ഭാഗമായിട്ട് പോഷണങ്ങൾ ലഭിക്കാതെ വരികയും ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് തിരുത്തീറ്റയാണെങ്കിലും ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ സാധ്യമാകും. അത്രയുമാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. എല്ലാവർക്കും അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഫീഡിങ്സിലെ കൺസെപ്റ്റ്സ് ഓഫ് ഫീഡ് ഫോർമുലേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.